ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ചുറ്റിനും കാടാണ്. മലയാള സിനിമയിൽ എനിക്കിനി കാക്കി വേഷം വേണ്ട എന്നുറക്കെ പറഞ്ഞപ്പോഴും മലയാളികളുടെ മനസ്സിൽ കാക്കി വേഷം ചെയ്യാൻ പ്രൗഢിയുള്ള അതിസുന്ദരനായൊരു നടൻ നിങ്ങൾക്ക് പകരം മറ്റാരാണെന്നായിരുന്നു പ്രശസ്ത സംവിധായകർ ഉൾപ്പെടെ ഒരേ സ്വരത്തിൽ ചോദിച്ചത്. 1997 സുരേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ഭാരതീയം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന അന്നും ഇന്നും തെല്ലും അഹങ്കാരമില്ലാത്തൊരു നടൻ. പിന്നീട് വലിയ സ്ക്രീനിലും ചെറിയ സ്ക്രീനിലും ഒരുപോലെ പ്രശസ്തി നേടി ഇപ്പോൾ കെ രാജീവിന്റെ സംവിധാനത്തിൽ ഫ്ലവേഴ്സ് ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന ഈശ്വരൻ സാക്ഷിയായി എന്ന സീരിയലിൽ സത്യസന്ധനായ പോലീസ് ഓഫീസറുടെ തന്നെ വേഷത്തിൽ മലയാളികൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നടന്റെ ഒന്ന് രണ്ട് സിനിമകൾ കൂടി ഞാൻ പറയാം. 2013 പുറത്തിറങ്ങിയ മെമ്മറീസ്, അതേ വർഷം തന്നെ മലയാളികളെ ഹരം കൊള്ളിച്ച ലാലേട്ടൻ നായകനായെത്തിയ ദൃശ്യം, 2016 പുലിമുരുകൻ, തൊട്ടടുത്ത വർഷം ദി ഗ്രേറ്റ് ഫാദർ. ദൃശ്യം സിനിമയിൽ പുതിയ പോലീസ് സ്റ്റേഷന്റെ കോൺട്രാക്ടറായി എത്തി മികച്ച അഭിനയം കാഴ്ചവെച്ച ആ നടനെ മലയാളികൾ അങ്ങനെ അങ്ങ് മറക്കുമോ? മുഖം മനസ്സിൽ ഉദിച്ചവർക്ക് ആ മലയാള നടനെ പറ്റി പറയുവാൻ ഒത്തിരി വിശേഷങ്ങൾ ഉണ്ടാകുമല്ലേ? അതെ, നമ്മുടെ സ്വന്തം VK ബൈജു ചേട്ടൻ. അപ്പോൾ VK ബൈജു ചേട്ടൻ ജനിച്ചു വളർന്ന ആ കുടുംബ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പോകേണ്ട വഴിയും എത്തേണ്ട സ്ഥലവും കൂടി കൃത്യമായി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കടന്നാലോ. തിരുവനന്തപുരം കാരേറ്റ് കല്ലറ ജംഗ്ഷന് തൊട്ടു മുന്നിലെ ഇടത് റോഡ് കയറി അല്പം മുന്നിലേക്ക് എത്തുമ്പോൾ ഗവൺമെന്റ് LPS കുറ്റിമൂട് സ്കൂൾ. ഈ സ്കൂളിലായിരുന്നു നമ്മുടെ VK ബൈജു ചേട്ടന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും. ഇവിടെ നിന്നും മുന്നിലേക്ക് ഒരു 3 മിനിറ്റോളം ദൂരം വരും. എത്തിച്ചേരുന്നത് ബൈജു ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന റോഡിന്റെ അവസാനത്തിലും മൺപാതയുടെ തുടക്കത്തിലുമാണ്. കാഴ്ചയിൽ ടാർ ചെയ്ത റോഡ്, കുറച്ച് വീടുകളൊക്കെ കാണാമെങ്കിലും റോഡിൽ നിന്നും അല്പം നടന്നു വേണം നമുക്ക് ബൈജു ചേട്ടന്റെ കുടുംബ വീട്ടിലേക്ക് എത്തുവാനായി. കാടിനിടയിൽ ഒറ്റപ്പെട്ട ഒരു വീടാണ് എന്ന് വരുന്ന വഴിയിൽ തന്നെ അറിയുവാൻ കഴിഞ്ഞതുകൊണ്ട് ഒരൽപ്പം ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മൾ നേരെ VK ബൈജു ചേട്ടന്റെ വീട്ടിലേക്ക്. ഞാൻ VK ബൈജു. അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം VK ബൈജു ചേട്ടൻ ജനിച്ചു വളർന്ന് അദ്ദേഹത്തിന് ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ച ആ വീടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ചുറ്റിനും കാടാണ്. വരുന്ന വഴിയിൽ 1-2 കീരികളെയും കുറച്ച് പന്നികളെയും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാടിനുള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ഈ വീടിന്റെ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കാഴ്ചകൾ ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ VK ബൈജു ചേട്ടന്റെ ഈ വീട്, ഒപ്പം അയൽവാസികൾ എന്ന് പറയുന്നില്ല, ഈ വീട്ടിൽ നിന്നും എത്തുന്ന അടുത്ത വീട്, അവിടെയുള്ള 1-2 പേർക്ക് നമ്മുടെ ബൈജു ചേട്ടനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കണം. അപ്പോൾ നേരെ വീഡിയോയിലേക്കല്ലേ. ഗതി കെട്ടവൻ എന്ന വാക്കിന്റെ പൂർണ്ണാർത്ഥം ഞാനാണ്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന ഇവിടം ഒരു തനി ഗ്രാമപ്രദേശമാണെന്ന് പറയുമ്പോഴും പല മേഖലകളിലായി ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത നാട് കൂടിയാണിത്. ബൈജു ചേട്ടന്റെ ഈ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ എന്നിവരായിരുന്നു താമസം. ബൈജു ചേട്ടന്റെ അച്ഛൻ ഒരു കശുവണ്ടി ഫാക്ടറി നടത്തിപ്പുകാരനായിരുന്നു. അച്ഛന്റെ മരണശേഷം ഈ വീടിനോട് ചേർന്നും പ്രവർത്തനം നടത്തിയിരുന്ന ഫാക്ടറി പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു. അടുത്തിടെയായി ഒരു അഭിമുഖത്തിൽ ബൈജു ചേട്ടൻ പറഞ്ഞിരുന്നു, തറവാട് വീടെന്ന് പറയുന്നത് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഒരിടമാകുമ്പോഴും സിനിമാ ജീവിതത്തിനു മുന്നേ അവിടം വിടേണ്ടി വന്നു. തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ സൗകര്യത്തിനായി പിന്നീട് നഗരത്തിലേക്ക് താമസം മാറി. നഗരത്തിൽ വാടകയ്ക്ക് താമസിക്കുകയും ശേഷം കുടപ്പനക്കുന്നിൽ സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാങ്ങുകയും ചെയ്തു. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരത്തായാണ് ബൈജു ചേട്ടന്റെ മൂത്ത സഹോദരിയുടെ വീട് വരുന്നത്. ഇപ്പോഴും എന്തെങ്കിലും വിശേഷമുള്ളപ്പോൾ സഹോദരിയുടെ ആ വീട്ടിലേക്കാണ് അദ്ദേഹം എത്താറുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നഗര ജീവിതത്തിൽ നിന്നൊരു ബ്രേക്ക് വേണ്ടപ്പോൾ ഇവിടേക്ക് വരാറുണ്ട്. എന്റെ ഫ്രണ്ട്സാ ഇത് ഉടുമ്പസാലി, മാക്രി ജോസ്, ഇവൻ സായിപ്പ്.
അമേച്വർ നാടകങ്ങളുടെ ഭാഗമായിരുന്ന നമ്മുടെ ബൈജു ചേട്ടൻ സംവിധായകൻ കെ രാജീവുമായുള്ള സൗഹൃദമാണ് അഭിനയത്തിലേക്കുള്ള ചുവടുവയ്പിന് കാരണമാകുന്നത്. സഹോദരിയുടെ ഭർത്താവിന് പ്രൊഡക്ഷൻ ഹൌസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്. മിനി സ്ക്രീനിൽ ഏറ്റവും അധികം ക്യാരക്ടർ റോൾ ചെയ്ത നടന്മാരിൽ ഒരാളാണ് ബൈജു ചേട്ടൻ. ഓർമ്മ എന്ന സീരിയലിലെ കൊതുമ്പൻ എന്ന വേഷമാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വഴിത്തിരിവായതെങ്കിലും സത്യൻ അന്തിക്കാടിന്റെ സിനിമകളിലൂടെയാണ് ആളുകൾ ബൈജു എന്ന കലാകാരന്റെ കഴിവ് തിരിച്ചറിയുന്നത്. ചില കുറ്റകൃത്യങ്ങൾ മനസ്സിനെ പിടിച്ചുലയ്ക്കും. കടുത്ത ഏകാഗ്രത വേണം അതിന്. എന്റെ പേര് നസീമ. ഞാൻ ഫിലിം സ്റ്റാർ ബൈജു ടി.കെ. ബൈജു എന്റെ വീട്ടിന്റെ നൈബറാണ്. ബൈജുവിന്റെ കാര്യം, ബൈജു നല്ല നടനാണ്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണിത്. എന്റെ വീടിന്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട്. അദ്ദേഹം പഠിച്ചതും വളർന്നതും ഈ പ്രദേശത്താണ്. അദ്ദേഹം പഠിച്ച സ്കൂള് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ്. അദ്ദേഹം മലയാള സിനിമയിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരു താരമായതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വളരെ നല്ല കഥാപാത്രങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ടി.കെ. ബൈജുവിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. മതി. ഭാരതീയം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്നുവെങ്കിലും പിന്നീട് ഓരോ കഥാപാത്രങ്ങൾക്കുമായുള്ള കാത്തിരിപ്പിന് വർഷങ്ങളുടെ ആയുസ്സുണ്ടായിരുന്നു. അതിനുശേഷം മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ അനശ്വരമാക്കുവാനും തുടർന്ന് ഇടവേളകളില്ലാതെ മലയാള സിനിമയ്ക്കും മലയാളി പ്രേക്ഷകർക്കും ഓർത്തിരിക്കുവാൻ ഒത്തിരി കഥാപാത്രങ്ങളെ സമ്മാനിക്കുവാനും ബൈജു ചേട്ടന് സാധിച്ചു. പോലീസ് സ്റ്റേഷന്റെ കോൺട്രാക്ടറാ ഞാൻ. സബ് കോൺട്രാക്ടറാ. ഈ സിവിൽ വർക്കൊക്കെ എടുത്ത് ചെയ്യും. 2006 പുറത്തിറങ്ങിയ ഭസൈറ, 2007 ഡിറ്റക്റ്റീവ്, 2017 പുറത്തിറങ്ങിയ ചിത്രം ലക്ഷ്യം, 2018 സവാരി, 2019 പുറത്തിറങ്ങിയ ഓർമ്മ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിച്ച പ്രേക്ഷക പ്രശംസ അതിനുദാഹരണമാണല്ലോ. ഏറ്റവും പ്രിയപ്പെട്ടവർ ബൈജു എന്ന നടനെ പറ്റി പറഞ്ഞതിങ്ങനെയാണ്: വി.കെ. ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തുക എന്നതാണ് പ്രധാനം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുള്ളതിനാൽ തന്നെ അദ്ദേഹത്തെ ഒരു യഥാർത്ഥ നടനെന്ന് നിസ്സംശയം പറയാനുമാകും. എന്നാൽ നമ്മുടെ ബൈജു ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: വിനോദ മേഖലയിൽ 15 വർഷത്തിലേറെ പരിചയമുള്ള എനിക്ക് സിനിമയെന്നോ സീരിയലെന്നോ വ്യത്യാസമില്ല. നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, പ്രേക്ഷക ശ്രദ്ധ നേടുക, എപ്പോഴും ലൈവായി ഇങ്ങനെ നിൽക്കുക, ഹാപ്പിയായി ജീവിക്കുക. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഇതിൽ കൂടുതലൊന്നും തനിക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയില്ല. ഇതാണല്ലോ ഏതൊരു കലാകാരന്റെയും ആഗ്രഹമല്ലേ? അപ്പോൾ വളരെ നാളുകൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നും നമ്മുടെ ബൈജു ചേട്ടൻ നഗരത്തിലേക്ക് സ്ഥിരതാമസമാക്കിയെങ്കിലും ആ വലിയ നടന്റെ നല്ലൊരു കാലം ആസ്വാദ്യകരമാക്കുവാൻ ഈ വീടിനുണ്ടായിരുന്ന പങ്ക് ചെറുതൊന്നുമായിരിക്കില്ലല്ലേ? അപ്പോൾ തൽക്കാലം ഇവിടെ കാഴ്ചകൾ അവസാനിക്കുമ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ഗാനമേള വേദികളെ ഇളക്കി മറിച്ചുകൊണ്ട് സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നുവന്ന ഒരു ഗായകൻ, അദ്ദേഹത്തിന്റെ മകളും ഇന്നൊരു ഗായികയാണ്. അപ്പോൾ ആരാണ് ആ ഗായകൻ എന്നറിയുന്നതിനൊപ്പം ഇതുവരെ നിങ്ങൾ കാണാത്ത അദ്ദേഹത്തിന്റെ 2 വീടുകളുടെ ഉൾക്കാഴ്ചകൾ കൂടി കാണുവാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോ. അടുത്ത വീഡിയോയുമായി ഉടൻ എത്താം. അതുവരെ ശുഭദിനം.